الرحمن الرحيم المفسرون في العصر الحديث ومناهجهم ونماذج تفسيرهم. ഇനി ആധുനിക കാലഘട്ടത്തിലെ മുഫസ്സിരീങ്ങളും അവരുടെ തഫ്സീറിൻ്റെ ശൈലിയും രീതിയൊക്കെയാണ്. ഒന്ന് റഷീദ് റിള. മുഹമ്മദ് റഷീദ് ഫി തൊറാബുലസ് അഷാം. ഷാമിലെ തൊറാബുലസിലാണ് റഷീദ് റിള വളരുന്നത്. വഫിഹ തലഖൽ ഇൽമ അൻ ശുയൂഖിഹ വ ഉലമാഇഹ. അവിടെയുള്ള ആലിമീങ്ങളിൽ നിന്ന് അദ്ദേഹം അറിവ് പഠിച്ചു. വജലസ യുഫീദു നാസ് ബി ഇൽമിഹി. അങ്ങനെ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വഫി ഹാദിൽ അസ്നായി. ഈ സമയത്താണ് വഖഅ ഫി യദിഹി നുസ്ഖത്തും മിൻ ജരീദി അൽ ഉറൂത്തുൽ വുസ്ഖ. അൽ ഉറൂത്തുൽ വുസ്ഖ എന്ന് പറയുന്ന മാസികയുടെ ഒരു കോപ്പി അദ്ദേഹത്തിന് കിട്ടുന്നു. അല്ലത്തി കാന യഖൂമു ബി ഇഖ്റാജിഹ വൽ കിതാബത്തി ഫിഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദുഹുമാണ് ഇത് എഴുതുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ ഈ നുസ്ഖ കിട്ടി, ഈ ഒരു മാഗസിൻ കോപ്പി കിട്ടി. ഫഖറഅ റഷീദുൻ മാഫിൽ ജരീദ. ആ കോപ്പിയിലുള്ള കാര്യം, ആ ജരീദയിലുള്ള കാര്യം റഷീദ് റിള വായിച്ചു. ഉജിബ ബിർ റജുലൈനി. ഈ രണ്ട് ആളുകളെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവിൻ്റെയും ഈ ഒരു എഴുത്ത്, അവരുടെ ആ ഒരു ആശയങ്ങളതൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വറഗിബ ഫിൽ ഇത്തിസാലി ബി ജമാലുദ്ദീൻ അൽ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ ചെന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ഫലം യുസ്ഇദുഹു അൽ ഹൽ. അദ്ദേഹത്തിന് ഭാഗ്യം തുണച്ചില്ല. സുമ്മ തസല ബി ഖലീഫത്തിഹി മുഹമ്മദ് അബ്ദു. പിന്നെ അഫ്ഗാനിയുടെ ശേഷം ഈ മുഹമ്മദ് അബ്ദുവിനെ കാണാൻ എന്ത് ചെയ്തു, അദ്ദേഹം ചെന്നു. ഫി റജബിന് സനത്ത് 1315 റജബിലാണ് അദ്ദേഹം കാണുന്നത്. വക്കാന അവൽ ഇഖ്തിറാഹിൻ അറലഹു അലൈഹി. ആദ്യമായിട്ട് ഉസ്താദ് ശിഷ്യനോട് ആവശ്യപ്പെട്ട കാര്യം ഐ യക്തുബ തഫ്സീറൻ ലിൽ ഖുർആനി അല നഹ്ജി മാക്കാൻ യക്തുബു ഫി ജരിയത്തി അൽ ഉറൂത്തുൽ വുസ്ഖ. താൻ ഉറൂത്തുൽ വുസ്ഖ എന്ന മാഗസീനിൽ എഴുതിയിരുന്ന ഒരു എഴുത്തുണ്ടായിരുന്നു, തഫ്സീറുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ. ആ ശൈലിയിൽ തഫ്സീർ എഴുതാനായിരുന്നു ശിഷ്യനോട് ഈ മുഹമ്മദ് അബ്ദു കൽപ്പിച്ചത്. കാന റഷീദ് ഹുവ അൽ വാരിസുൽ അവ്വലു ലിൽ ഇൽമി ഉസ്താദിഹി. ഈ റഷീദ് റിള എന്ന ആ ശിഷ്യനായിരുന്നു മുഹമ്മദ് അബ്ദുവിൻ്റെ ഈ തഫ്സീറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്ന ആൾ ഈ റഷീദ് റിളയാണ്. ഇത് അന്നഹു അഹദ അൻഹു ഫവഅമ അഹദ. ഈ റഷീദ് റിള മുഹമ്മദ് അബ്ദുൽ ധാരാളം പഠിക്കുകയും ഒരുപാട് മനസ്സിലാക്കുകയും ചെയ്തു. വ അല്ലഫ ഫി ഹയാത്തിഹി വ ബഅദ വഫാത്തി. ഉസ്താദിൻ്റെ ജീവിതകാലത്തും മരണശേഷവുമൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ഫക്കാന ലാ യഹീദു അൻ മൻഹജിഹി ഔ യൻഹരിഫു അൻ അഫ്കാരിഹി. ഉസ്താദിൻ്റെ ആ ശൈലിയും ഉസ്താദിൻ്റെ ആ റൂട്ടും അതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാറില്ലായിരുന്നു മുഹമ്മദ് റഷീദ് റിള. വലൈസ ഖരീബൻ മാ യർവി റഷീദ് റിള മിൻ അന്നൽ ഉസ്താദ കാന യഖൂലു സാഹിബുൽ മനാർ തർജുമാൻ അഫ്കാരിയും. റഷീദ് റിള തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, സ്വാഹിബുൽ മനാർ, അൽമനാറിൻ്റെ സ്വാഹിബാകുന്ന റഷീദ് റിള അത് തർജുമാൻ അഫ്കാരി, എൻ്റെ ചിന്തകളുടെ എൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന, എൻ്റെ ചിന്തകൾ പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കും പോലെ ചിന്തിക്കുന്ന ആളാണത് റഷീദ് റിള എന്ന് ഉസ്താദ് പറയാറുണ്ടായിരുന്നു എന്ന് റഷീദ് റിള തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ കമാനു ലൈസ ഖരീബൻ മാ യുഹദ്ദിസു ബിഹി അഹദു തലാമീദ് ശൈഖ് റഷീദ്. ഈ റഷീദ് റിളയുടെ ഒരു ശിഷ്യൻ പറയാറുണ്ട്, മീൻ അന്നൽ ഉസ്താദ വസഫ ശൈഖ് റഷീദ്. ഉസ്താദ് എന്തായിട്ടുണ്ട്, ഈ റഷീദ് റിള എന്ന് പറയുന്ന ശിഷ്യനെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. എന്ത്? യന്നഹു മുത്തഹിദുൻ മഅഹു ഫിൽ അഖീദ വൽ ഫിക്രി വറഇ വൽ ഖുലുഖി വൽ അമൽ. ഉസ്താദും ശിഷ്യനും റഷീദ് റിള മുഹമ്മദ് അബ്ദും രണ്ടുപേരും ചിന്തയിലും വിശ്വാസത്തിലും അഭിപ്രായങ്ങളിലും സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ തുല്യരാണ്, ഒരേപോലെയുള്ള ആളുകളാണ് എന്നൊക്കെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതും അത് അത്ഭുതങ്ങളല്ല, കാരണം വെച്ചാൽ രണ്ടും പേരും അങ്ങനെ തന്നെയായിരുന്നു. ശിഷ്യൻ്റെ അതേ കോപ്പിയായിരുന്നു ഉസ്താദ്, ഉസ്താദിൻ്റെ അതേ കോപ്പിയാണ് ശിഷ്യൻ. ഇനി ഇൻതാജ് റഷീദ് റിള ഫി തഫ്സീർ. തഫ്സീർ എഴുത്തിൽ റഷീദ് റിളയുടെ സംഭാവനകൾ. ഒന്ന്, തഫ്സീർ മത്ബൂഉൻ ഫി 12 മുജല്ലദൻ കിബാറൻ. ഈ റഷീദ് റിളയുടെ തഫ്സീർ 12 വലിയ വാള്യങ്ങളായിട്ട് പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യൻതഹി അൽ മുജല്ലദു സാനി അശർ ഇൻ ഖൗലിഹി തആല ഫിൽ ആയ മിൻ സൂറത്ത് യൂസുഫ്. അത് സൂറത്ത് യൂസുഫിൽ 53-ാമത്തെ ആയത്തിൽ വമാ ഉബജ്ജി നഫ്സി എന്ന ആയത്തുണ്ടല്ലോ, ഈ ആയത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ അതുവരെയാണ് ആ തഫ്സീർ ഉള്ളത്. അതുപോലെ തന്നെ വഖദ് അക്മൽ ഉസ്താദു ബഹജത്തുൽ ബൈത്താർ തഫ്സീറ സൂറത്ത് യൂസുഫ്. ഈ സൂറത്ത് യൂസുഫിൻ്റെ വ്യാഖ്യാനം പ്രൊഫസർ ബഹജത്തുൽ ബൈത്താർ എന്നതിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തുബിയ തഫ്സീറു ഹാദി സൂറ. ഈ സൂറത്ത് യൂസുഫിൻ്റെ തഫ്സീർ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബി തമാമിഹ മുഴുവനായിട്ടും. ഫി കിതാബിൽ മുസ്തഖിലിൻ പ്രത്യേകം ഒരു കിതാബായിട്ട് യഹ്മിലു ഇസ്മ ഷെയ്ഖ് റഷീദ് റിളയുടെ പേരിലാണ് അത് ഇറക്കിയിട്ടുള്ളത്. അത് മൊത്തം റഷീദ് റിള എഴുതിയതല്ല. വമാ ഉബജ്ജി നഫ്സി എന്ന 53-ാമത്തെ ആയത്ത് വരെ റഷീദ് റിള എഴുതി, ബാക്കി ഈ ബഹജത്തുൽ ബൈത്താറാണ് പൂർത്തിയാക്കിയത്. എന്നാലും ആ കിതാബ് മുഹമ്മദ് റഷീദ് റിളയുടെ പേരിലാണ് മുഴുവൻ അടിച്ചിറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വഖദ് ഫസ്സറ മിൻ ഖിസാർ. ചെറിയ സൂറത്തുകളിൽ നിന്ന് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഇതൊക്കെയും ഈ റഷീദ് റിള തഫ്സീർ എഴുതിയിട്ടുണ്ട്. വലാ നഅരിഫു ഇൻതാജൻ ഫി തഫ്സീരി അക്സറ മിൻ ഹാദാ. ഇതിനേക്കാൾ കൂടുതൽ അദ്ദേഹം തഫ്സീർ എഴുതിയത് നമുക്കെന്തില്ല, അറിവില്ല. പിന്നെ മസാദിറു ഫി തഫ്സീർ. തഫ്സീർ അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ റെഫറൻസുകൾ എന്തൊക്കെയാണ്? അമ്മ മസാദിറു ഫി തഫ്സീരി
തഫ്സീർ അദ്ദേഹത്തിൻ്റെ ഈ മസാദിർ റഫറൻസ് എന്ന് പറയുന്നത് ഫൈനു ഖാന ഇസ്രായിലു ബി ബാദി ആയത്തുൽ ഖുർആൻ അല ഫഹ്മി ബാദി നാഹ്റ മിൻഹു, ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ മനസ്സിലാക്കാൻ മറ്റു ചില ആയത്തുകളുടെ സഹായത്തോടെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഹുസൂസൻ ഇതാ തക്കറത്തിൽ ആയത്ത് ഫി മൗദൂഇൻ വാഹിദിൻ, പ്രത്യേകിച്ചും ഒരേ ആയത്ത് ഒരേ വിഷയ സംബന്ധമായിട്ടുള്ള ആയത്തുകൾ നീണ്ട് ആവർത്തിച്ച് വരുന്ന സന്ദർഭങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വക്കാനെ ഇസ്രായിലു ആയത് ബിമാ സുഹ ഇൻദഹു മിൻ ബയാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണങ്ങൾ സ്വഹീഹായ വന്ന ഹദീസുകൾ ഇതൊക്കെയും അദ്ദേഹം സഹായത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒബിമ ജറാ അലൈഹി സലഫുൽ ഉമ്മത്തി മിന സ്വഹാബത്തി വ താബീൻ, സ്വഹാബത്ത് താബീങ്ങളൊക്കെ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സഹായത്തിലെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വബി അസാലിബിൽ ലോകത്തിലെ അറബി വസുനനിലായി ഫി ഹൽഖിഹി, അതുപോലെ തന്നെ അറബി ഭാഷാ ശൈലികളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ ദൈവിക ചര്യകൾ നടപടിക്രമങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. വമുസ്തഈനും ബഅദ കുല്ലിഹി ബി അഖ്ലിഹിൽ മുത്തഹരിർ, പ്രത്യേകിച്ചും ഇതെല്ലാത്തിനും പുറമെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ബുദ്ധി, സ്വതന്ത്രമായ ചിന്ത അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. മിൻ തഖ്ലീദ് ലിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളെയും ഈ പിൻപറ്റുക, അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുക എന്നതിനെ തൊട്ട് ഒക്കെ സ്വതന്ത്രമായ സ്വന്തം ചിന്തിച്ച് പറയുക എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിയ അദ്ദേഹത്തിൻ്റെ ആ സ്വതന്ത്രമായ ചിന്ത, ആ ചിന്തയും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ഇല്ലാ ഫീമാ യഖ്തനിഉ ബിഹി മിൻ അഖ്വാലിഹിം, ഇദ്ദേഹവും ആ മുഫസ്സിരീങ്ങളും ഒത്തുവരുന്ന രണ്ടുപേർക്കും ഒരേ ആശയങ്ങളായി വരുന്ന സംഭവങ്ങളുണ്ടാകും. അവിടെ ഒഴികെ ബാക്കിയോട് ഇയാൾ മറ്റുള്ള മുഫസ്സിരീകളെ അംഗീകരിക്കാറില്ല, അവരൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ വാക്കുവാല് ഷെയ്ഖി അൽ അഖ്സ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഉസ്താദാകുന്ന മുഹമ്മദ് മുഹമ്മദ് അബ്ദുവിൻ്റെ ആശയങ്ങളും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റെഫറൻസുകൾ. ഇനി ഹദഫുമിന തഫ്സീർ എഴുതുമ്പോൾ ഈ റഷീദി റിളിയുടെ ലക്ഷ്യം എന്താണ്? യുസരിഹു ബിമാ സറഹബി ഉസ്താദുഹു ബി അന്ന ഹദഫുമിന തഫ്സീർ, അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ പോലെ തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തഫ്സീർ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹുവ ഫഹ്മു കിതാബി മിൻ ഹൈതു ഹുവ ദീൻ യുർഷിദുന്നാസ ഇലാ മാ ഫീഹി സഅദത്തുഹും ഫി ഹയാതിഹിം അദ്ദുനിയ വ ഹയാതിഹിം അൽ-ആഖിറ. ഇത് കിതാബിനെ ഖുർആൻ ശരിക്കും മനസ്സിലാക്കുക, ഏത് രൂപത്തിൽ മനസ്സിലാക്കുക? ഖുർആൻ എന്ന് പറയുന്നത് ദുന്യവിയും ഉഖ്റവിയുമായ ജീവിത വിജയത്തിലുള്ള ഒരു നിദാനമാണ്, അല്ലാഹു തആലയുടെ ഒരു മാർഗ്ഗദർശനമാണ് എന്ന രീതിയിൽ ഖുർആൻ മനസ്സിലാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് തഫ്സീർ എഴുതുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വയക്കൂൽ അദ്ദേഹം പറയാണ് ഇന്ന ഹാജത്തുൻ നാസി സ്വാർദ ശരീദത്തുൻ ഇലാ തഫ്സീരിൻ തതവജ്ജഹു അൽ ഇനായത്തുൽ ഊല ഫീഹി ഇലാ ഹിദായത്തുൽ ഖുർആനി അൽ വജ്ഹി അല്ലദി യത്തഫിഖു മഅൽ ആയത്തുൽ കരീമ. അദ്ദേഹം പറയുന്നു ജനങ്ങൾ ശക്തമായ ആവശ്യക്കാരാണ് എന്തിൽ ഖുർആൻ്റെ ഒരു തഫ്സീർ എഴുതാനും. എങ്ങനെയുള്ള തഫ്സീറാണ്? തതവജ്ജഹു അൽ ഇനായത്തുൽ ഊല ഫീഹി, അതിൽ മുഖ്യമായ പരിഗണന എന്തായിരിക്കണം? ഇലാ ഹിദായത്തുൽ ഖുർആനി അൽ വജ്ഹി അല്ലദി യത്തഫിഖു മഅൽ ആയത്തുൽ കരീമ അൽ മുനസ്സലത്തി ഫീ വസ്ഫിഹിം വമാ ഉൻസില ലി അജ്ലിഹി, ഖുർആൻ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇറക്കപ്പെട്ടതെങ്കിൽ ആ ആയത്തുകൾ കൊണ്ട് ഖുർആൻ വിവക്ഷിക്കുന്ന ഒരു ഹിദായത്ത് ഉണ്ടല്ലോ, ആ ഹിദായത്ത്, ആ ഒരു സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, ആ ഒരു ഹിദായത്ത് മെയിനായിട്ട് വരുന്ന ആ ഹിദായത്തിന് വേണ്ടി, ആ ഹിദായത്തിന് മുഖ്യമായി കാണുന്ന ഒരു തഫ്സീർ, ആ തഫ്സീറിലേക്ക് ജനങ്ങൾ ആവശ്യമുണ്ട്. ഇന്നുവരെയുള്ള തഫ്സീറുകളൊന്നും എന്തില്ല, അങ്ങനത്തെ തഫ്സീറുകളല്ല, അങ്ങനെ ഒരു തഫ്സീറാണ് ഇന്ന് ലോകത്തിന് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഖുർആൻ എന്തിനു വേണ്ടി ഇറക്കപ്പെട്ടത്? ബിനിൽ ഇൻദാർ, ഒന്ന് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയപ്പെടുത്താതിരിക്കാൻ, വത്ത് ബഷീർ, അതുപോലെ തന്നെ നന്മ ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ, വലിയ ഹിദായത്ത്, വലിയ ഇസ്ലാഹ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ മുഖ്യമായി കാണുന്ന തഫ്സീർ എന്താണ്, അതിലേക്ക് ജനങ്ങൾ ആവശ്യക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ തഫ്സീർ എഴുതുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി മൻഹജുഹു ഫി തഫ്സീർ അദ്ദേഹത്തിൻ്റെ ശൈലി എന്താണ്? വമാ മൻഹജുഹു ഫീഹി, തഫ്സീർ അദ്ദേഹത്തിൻ്റെ ശൈലി ഫഹുവ ഐനു മൻഹജഹു ഉസ്താദുഹും, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മുഹമ്മദ് അബ്ദുവിൻ്റെ അതേ ശൈലി തന്നെയാണ്. ഫല യുഖല്ലിദു അഖ്വാൽ മുഫസ്സിരീങ്ങളുടെ വാക്കുകളൊന്നും അദ്ദേഹം തൊടാതെ വിഴുങ്ങാറില്ല, നമ്പാറില്ല. ലാ യഖൂദു ഫിൽ ഇസ്രാഈലിയാത്ത്, അപ്പോൾ ഇപ്പോൾ സ്വന്തമായി ചിന്തിച്ചാണ് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പറയാം. ലാ യഖൂദു ഫിൽ ഇസ്രാഈലിയാത്തിൽ അദ്ദേഹം പ്രവേശിക്കാറില്ല, അതൊന്നും ഉദ്ധരിക്കാറില്ല. വലാ യുഈനു ലിൽ മുബ്ഹമത്ത്, അവ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ ട്രെയിൻ ചെയ്ത് വ്യക്തമായി പറയാറില്ല. യസ്റഹു അൽ ആയത്തി ബി ഉസ്ലുബിൻ ബദിയൻ, ആയത്തുകളെ എന്ത് ചെയ്യും, നല്ല സരളമായ ഭാഷയിൽ എന്ത് ചെയ്യും, അദ്ദേഹം വിശദീകരിക്കും. വയക്ഷിഫു അനിൽ മാനി ബി ഇബാറത്തിന് സഹല, വളരെ സരസമായ ഇബാറത്തുകൾ കൊണ്ട്, വാക്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, ആ ഖുർആൻ്റെ ആശയം അദ്ദേഹം തുറന്നു കാണിക്കും. അപ്പോൾ തൗദീഹിൽ മിഷ്കാത്തുൽ ഖുർആനിലെ എന്തെങ്കിലും മിഷ്കാലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, വിശദീകരിക്കും, മിഷ്കാത്ത് തീർത്ത് വിശദീകരിക്കും. അപ്പോൾ ഇദാഫി അൻഹു ബി റദ്ദിമാ ഉസീറ ഹൗലഹു മിൻ ശുബ്ഹാത്തിൻ, ഖുർആൻ്റെ ചുറ്റിപ്പറ്റിയുള്ള എന്തെല്ലാം ആരോപണങ്ങളുണ്ടോ അതെല്ലാം തീർത്തുകൊണ്ട് അദ്ദേഹം ഖുർആനെ പ്രതിരോധിക്കും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. പക്ഷേ വലാകിന നജിദു ഷെയ്ഖ് അലിള്ള യഹീദു അൻ ഹാദൽ മൻഹജി ബഅദ ഷൈ, പക്ഷേ ഈ ഒരു ശൈലിയിൽ നിന്ന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് സ്ഖലനം സംഭവിക്കാറുണ്ട്, ഈ ശൈലിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും വദാലിക ബഅദ വഫാത്ത് ഷെയ്ഖി, തൻ്റെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ മരണത്തിന് ശേഷം, വസ്തിഖ്റാലി ബിൽ അമൽ, സ്വന്തമായ പ്രവർത്തന ഗോതിലേക്ക് ഇറങ്ങിയപ്പോൾ, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഉസ്താദിൻ്റെ ആ ശൈലിയൊക്കെ മാറ്റി ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയുഹദ്ദുന ഹുവ ബിദാലിക, ഇദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. ഫയഖൂൽ, അദ്ദേഹം പറയാണ് വൈന്നനി ലമ്മസ്തഖ്ലൽതു ബിൽ അമലി ബഅദ വഫാത്തി, ഉസ്താദിൻ്റെ മരണശേഷം ഞാൻ പ്രവർത്തന ഗോതിയിൽ തനിച്ചപ്പോൾ ഖാലഫ്തു മൻഹജഹു റഹിമഹുല്ലാ,
ഉസ്താദിൻ്റെ ശൈലിയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇതും എനിക്ക് വന്നു, ഞാൻ ചില മാറ്റങ്ങൾ വരുത്തി. ബിത്തവസുലിഫിയുമായ അല്ലഖുബിൽ ആയത്ത് മിന സുന്നത്തി സ്വഹീഹ, ഒരു ആയത്തുമായി ബന്ധപ്പെട്ട സ്വഹിയായ ഹദീസുകളുണ്ടെങ്കിൽ ആ ഹദീസുകൾ ധാരാളം ഉദ്ധരിക്കാൻ തുടങ്ങി. ഉസ്താദ് അങ്ങനെയായിരുന്നില്ല. അത് സ്വഭാവം അത് കാണാൻ തഫ്സീറല്ല ഫി ഹുക്മിഹ, അത് ആ സുന്നത്ത് ആ ഹദീസ് എന്താവട്ടെ, ഈ ഖുർആൻ്റെ വ്യാഖ്യാനമാവട്ടെ അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന ഹുക്കുമിൻ്റെ തഫ്സീറുകളാവട്ടെ വിശദീകരണങ്ങളാവട്ടെ എന്താവട്ടെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ധാരാളം ഉദ്ധരിക്കും. അതുപോലെ തന്നെ വഫി തഹഖീഖ് ബഅദുൽ മുഫ്രദാത്ത്, ചില ഒറ്റപ്പെട്ട പദങ്ങളുണ്ടെങ്കിൽ ആ പദങ്ങളുടെ അർത്ഥം മറ്റൊക്കെ എന്ത് ചെയ്യും, കൃത്യമായ രൂപത്തിൽ എന്ത് ചെയ്യും, തഹഖീഖ് ചെയ്യും. അവൽ ജുമലുൽ ലുഗവിയ, അല്ലെങ്കിൽ ചില ജുംലകൾ ഒന്ന് വിശദീകരിക്കും. വൽ മസായിൽ ഖിലാഫിയ ബൈനൽ ഉലമാക്കൾക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് വിശദീകരിക്കും. വഫിൽ ഇക്സാരി മിൻ ഷവാഹിദിൽ ആയത്തി ഫി സൂറത്തിൽ മുഖ്തലിഫ, അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തങ്ങളായ സൂറത്തിൽ വരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾക്കുള്ള ഷവാഹിദുകൾ, ഈ സൂറത്തിൽ വന്ന കാര്യം അത് വേറൊരു സൂറത്തിൽ ഇതേപോലെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതൊക്കെ തട്ടിച്ചുകൊണ്ടെന്ന് അദ്ദേഹം പറയും. വഫി ബഅദിൽ ഇസ്തിത്റാദാത്തി തഹഖീഖ് മസായില തസ്തദ്ദു ഹാജത്തുൽ മുസ്ലിമീന ഇലാ തഹഖീഖിഹ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ചില പ്രത്യേകമായ മസലകൾ ഉണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ചില മസലകളുണ്ടെങ്കിൽ ആ മസലകളെ ഒന്നും കൂടി സമർത്ഥിക്കാൻ വേണ്ടി ധാരാളം ഖാരിജിയ ചർച്ചകൾ എന്ത് ചെയ്യും, അദ്ദേഹം കൊണ്ടുവരും. ബിമാ യുസ്ബിത്തുഹും ബി ഹിദായത്തി ദീനിഹിം ഫി ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ ദീനിൽ ജനങ്ങളെ ഉറച്ചു നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും എന്ത് ചെയ്യും, തഫ്സീറിന് പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. അവ യഖ്ഫി ഹുജ്ജത്തുഹും അലാ ഖുസൂമിഹിം മിനൽ കുഫാരി വൽ മുബ്തദിഅ, അതുപോലെ തന്നെ കാഫിര്യങ്ങളുടെയും മുബ്തദിഈങ്ങളുടെയും ഇങ്ങനെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാകുന്ന ആളുകളുടെ ജൽപ്പനങ്ങൾ, അവരുടെ വാദങ്ങൾ, ആ വാദങ്ങൾക്കുള്ള അവർക്കെതിരായുള്ള തെളിവുകൾക്ക് എന്ത് ചെയ്യും, അദ്ദേഹം കൊണ്ടുവരും. ഔ യഹല്ലു ബഅദൽ മുഷ്കിലാത്തി അയ്യാഹില്ലുഹ, അല്ലെങ്കിൽ കെട്ടഴിക്കാൻ പ്രയാസമായ ചില മസലകൾ, ചില ഇഷ്കാലുകൾ അദ്ദേഹം കെട്ടഴിക്കും. ബിമായ തുമഇന്നു ബിഹിൽ ഖൽബ്, ഹൃദയം കൊണ്ട് എല്ലാവർക്കും തൃപ്തികരമായ രൂപത്തിൽ, വതസ്കുനു ഇലൈഹി നഫ്സു, ആകർഷകമായ രൂപത്തിൽ എന്ത് ചെയ്യും, അദ്ദേഹം അത് കെട്ടഴിക്കും, ഇഷ്കാലുകൾ തീർക്കും. ഇങ്ങനെ ഉസ്താദിൻ്റെ ശൈലിയിൽ നിന്നൊക്കെ ചില വ്യത്യാസങ്ങൾ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇവ യബ്ദുലുന അന്ന ഹാദ തവസ്സു അല്ലദി കാന മിൻ ഷെയ്ഖ് റഷീദ് ഖുസൂസൻ ഫിൽ മസാഇൽ ഇജ്തിമാഇയ്യ, ഈ റഷീദിലേക്കുണ്ടായ ഈ ചെറിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ മാറ്റങ്ങൾ, ലം യദ്ഫഉഹു ഇലൈഹി ഇല്ലാ കൗനുഹു റജുലുൻ സുഹ്ഫിയൻ ഇത്തസല അൻ ത്വരീഖി മജലത്തി ബിന്നാസി അലാ ഇഖ്തിലാഫി മനാസിലിഹിം വ മശാരിബിഹിം. അദ്ദേഹത്തിനെതിരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരുന്നു, ഒരു സുഹ്ഫിയായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ പത്രത്തിലൂടെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മജല്ലയുടെ ഒരു മാഗസിനൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു, സുഹ്ഫിയായിരുന്നു. അഫീം അൽ മുത്തദയ്യിൻ വൽ മുൽഹിദ് വൽ കാഫിറു, അതിൽ ദീനനുസരിച്ച് ജീവിക്കുന്നവരും ദീനില്ലാത്തവരും അവിശ്വാസികളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന മജല്ല, ഒരു മാഗസിൻ എഴുതുന്ന ആളായിരുന്നു, അതുമായി ജനങ്ങളെ ബന്ധപ്പെടുന്ന ആളായിരുന്നു. അതുകൊണ്ട് അറാദ തമശബി കിതാബത്തിഹിം അൽ ജമീഅ, ഈ എല്ലാവരെയും തൻ്റെ എഴുത്തുകൊണ്ട് സ്വാധീനിക്കാൻ എന്ത് ചെയ്തു, ശ്രമിച്ചു. അങ്ങനെ ഫയുസ്ബിത്തുൽ മുതദയ്യിന അലാ ദീനി, ദീനനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളെ ആ ദീനിൽ ഉറപ്പിച്ച് നിർത്തുകയും വയറുദ്ദുൽ മുൽഹിദാൻ ഇൽഹാദിഹി, നിരീശ്വരവാദികളെ അവരുടെ ആ ഇൽഹാദിൽ നിന്ന് എന്ത് ചെയ്യും, പിന്മാറ്റം ചെയ്യുകയും യക്ഷിഫു അൻ മഹാസിൻ ഇസ്ലാമിലെ സൗന്ദര്യം എന്ത് ചെയ്യും, അദ്ദേഹം തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യാണ്. എന്തിന് അൽ കാഫിറ യതൂബ ഇലാ റുഷ്ദിഹി വയർജി അൻ കുഫ്രിഹി, ഇത് കണ്ടിട്ടൊക്കെ കാഫിര്യങ്ങൾ എന്താവട്ടെ അവരുടെ മതത്തിൽ നിന്ന് മടങ്ങി ഇസ്ലാമിലേക്ക് മടങ്ങട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ സാമൂഹ്യ വിഷയങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യാറ്, ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത്, ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ആകർഷിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. ഇനി അലി ഇത്രാദാത്തു അലൈഹി, ഇദ്ദേഹത്തിനെതിരെയുള്ള ചില ഇത്രാദുകൾ, ചില ആരോപണങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, അൽ റഗ്മീൻ മിൻ ബറാഗത്തി ലുഗത്തിഹി വശിദ്ദത്തി റഗ്ബത്തിഹി ഫി ദിഫാഇ അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും വേണ്ടി അദ്ദേഹം ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമം നടത്താറുണ്ട്. അദ്ദേഹത്തിന് അത് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഇസ്ലാമിനെ സംരക്ഷിക്കാനും ഇസ്ലാമിനെ പ്രതിരോധിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ സരസവും സരളവുമായ ഭാഷയായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും, ഹദസ മിൻഹു മാ യുഖാലിഫു, ഇദ്ദേഹത്തിന് ഇതിനൊക്കെ വിരുദ്ധമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, മീൻ ഇൻകാരി അൽ ഹദീത്ത് സ്വഹീഹ, ചില സ്വഹീഹായി വന്ന ഹദീത്തുകളൊക്കെ നിഷേധിക്കുക എന്നുള്ള സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തഅ്വീലിൽ ആയത്തി അൻ ലവാഹിരിഹ, ചില ആയത്തുകൾ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥങ്ങളിൽ നിന്ന് തെറ്റിയായ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. തഹഖീഖ് അൽ മുഅ്ജിസാത്തിൽ മദിയ, അതുപോലെ തന്നെ ചില മുഅ്ജിസത്തുകൾ, പ്രവാചകന്മാർക്കുള്ള മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ അദ്ദേഹം നിന്ദിക്കാറുണ്ട്. അത് വേണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഖുർആനിലെ ആ മുഅ്ജിസത്തുകളെ കുറിച്ച് പറയുമ്പോൾ അത്രയൊന്നും ഓവറായി പറയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ നിന്ദിക്കാറുണ്ട്. വകാന ഹരീസൻ അല മുസായറത്തുൽ ഉമ്മത്തുൽ മുസ്ലിമ കിതാബിഹിം മഅ മഫാഹിമിൽ ഉറബില്ലദി ഉർജിബ ബിക്തിശാഫാത്തി വസഖാഫത്തിഹിം, അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്ന, വലിയ അത്ഭുതം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഈ പാശ്ചാത്യ സംസ്കാരം, പാശ്ചാത്യരുടെ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെ ഈ പാശ്ചാത്യരുമായിട്ടുള്ള ആ ആശയങ്ങൾ, പാശ്ചാത്യരുടെ ശൈലികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ, മുസ്ലിമീങ്ങളുടെ കിതാബ് അവരോട് യോജിച്ച പോലെ ആയിരിക്കണം എന്നൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്
ആഗ്രഹിച്ചിരുന്നു. വഹുല്ലദി ഖാല ഫീ തഫ്സീരി, അദ്ദേഹമാണ് തന്നെ തഫ്സീർ പറഞ്ഞത്, ലൗലാ ഹിക്കാത്തുൽ ഖുർആനിൽ ആയത്തുല്ലാഹില്ലത്തി അയ്യദ ബിഹ മൂസ വ ഈസ അലൈഹിസ്സലാം, മൂസാ നബിക്കും ഈസാ നബിക്കും അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തുകളുണ്ട്. ആ മുഅ്ജിസത്തുകളെ കുറിച്ചൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലക്കാന ഇഖ്ബാലു അഹ്റാറുൽ ഇഫ്രിഞ്ച് അലൈഹി അക്സറ, കൂടുതൽ ഫ്രഞ്ചുകാരും യൂറോപ്യന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. വഹ്തിദാഉം ബിഹി അഅമ്മ വ അസ്റഅ, അവർ ഖുർആൻ കൊണ്ട് ധാരാളമായിട്ട് അവരുടെ ഹിദായത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ. കാരണം അന്ന അസാസു അത് ബുനിയാലിൽ അഖ്ലി വൽ ഇൽമ്, ഖുർആൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ബുദ്ധിയും അറിവുമാണ്. മുവാഫഖത്തുൽ ഫിത്രത്തുൽ ബശരിയ, മനുഷ്യരുടെ ആ ഒരു ഫിത്രത്തിനോട് യോജിച്ചുകൊണ്ടാണ്, മനുഷ്യരുടെ ആ ഒരു വിവേകത്തോട് യോജിച്ചുകൊണ്ടും തസ്കിയത്തി അൻഫുസിൽ അഫ്രാദ്, മനുഷ്യന്മാരുടെ ആ ഒരു തസ്കിയത്തിൻ നഫ്സ്, ഈ മനസ്സിൻ്റെ ശുദ്ധി, ഈ ശുദ്ധിയുടെ മേലും തർക്കിയത്തി മസാലിൽ ജിത്തിമാ, സമൂഹത്തിൻ്റെ നന്മയുടെ മേലൊക്കെ എടുക്കപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ അത്തരം കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം മുഅ്ജിസത്തുകളെ കുറിച്ചൊക്കെ പറയുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. യഖൂലു മശാരി സഈദുൽ മുത്ലിഫി, മശാരി സഈദുൽ മുത്ലിഫി എന്ന പണ്ഡിതൻ പറയാണ്, ഫീ മഅ്തറദ അലൈഹി മിൻ ആറാഇഹി, തൻ്റെ ഈ റഷീദ് ലീലയുടെ ഒരുപാട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ കാര്യത്തിൽ ഈ മശാരി സഈദുൽ മുത്ലിഫി പറയാണ്, ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഉൻഫുഹു അല മുഖാലിഫിഹി, തൻ്റെ എതിരാളികളെ അദ്ദേഹം രൂക്ഷ ഭാഷയിലാണ് വിമർശിക്കുക എന്നുള്ളതാണ്. ലഅല്ലമിൻ അക്സൽ ആഹിദില്ലത്തി അല തഫ്സീൽ മനാർ വ മുഅല്ലഫി റഷീദ് റിള, ഈ തഫ്സീർ മനാറിൻ്റെയും അതിൻ്റെ രചയിതാവ് മുഹമ്മദ് റഷീദ് റിളയുടെയും എതിരെയുള്ള ആരോപണങ്ങൾ, ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതലായി വന്ന ആരോപണം എന്ന് പറയുന്നത് ഉൻഫുഹു അല മുഖാലിഫിഹി വ ശിദ്ദത്തി അലൈഹിം, തൻ്റെ എതിരാളികളോടുള്ള അദ്ദേഹത്തിൻ്റെ കർക്കശ നിലപാടുകളാണ്. വൻ നബ്സിഹിം ബി അബ്ശർ അൽഖാബ്, അദ്ദേഹം ഈ എതിരാളികളെ, അദ്ദേഹത്തിൻ്റെ എതിരാളികളൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹം രൂക്ഷമായ പേരുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുക, അഭിസംബോധന നടത്തുക. വത്തിഹാമി അൽ ഉലമ താറത്തൻ, അതുപോലെ തന്നെ അദ്ദേഹം ഉലമാക്കളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്, തക്ലീദ് കൊണ്ട് തെറ്റിദ്ധരിക്കും. വതാറത്തൻ ബി അദമിൽ ഫഹമി, ചിലപ്പോൾ എന്ത് ചെയ്യാണ്, ഉലമാക്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ല, തിരിഞ്ഞിട്ടില്ല എന്ന് എന്ത് തെറ്റിദ്ധരിക്കും. തക്ലീലിയും ശൈലിയും വക്കാനത്തെയും, ഉലമാക്കളുടെ സ്ഥാനം കുറച്ച് കാണിക്കും. ഇങ്ങനെയൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കുറച്ച് കാണിക്കുക, അവരൊക്കെ മറ്റുള്ളവരെ സ്കോപ്പ് അടിച്ച് ഇതാണെന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ അദ്ദേഹം നടത്താറുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു ആരോപണം. അതുപോലെ തന്നെ വസ്വീം ബി അസ്ഫൽ ഔസാഫ്, വളരെ മോശപ്പെട്ട വിശേഷണങ്ങൾ ചിലപ്പോൾ ഉലമാക്കളെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് മിസാൽ ദാലിക തശ്നീഉഹു അല റാസി ഫി തഫ്സീരിഹി, റാസി ഇമാമിൻ്റെ തഫ്സീറിനെ കുറിച്ച് അദ്ദേഹം വളരെ മോശമായ രൂപത്തിൽ പറഞ്ഞു. ഏത് തഫ്സീറും ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി നടത്തിയൊരു തഫ്സീറുണ്ട്. ആ തഫ്സീറിനെയൊക്കെ വിമർശിച്ചുകൊണ്ട്, വളരെ രൂക്ഷമായ ഭാഷ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫയഖൂലു, മുഹമ്മദ് റഷീദിൽ പറയാണ്, ഇന്ന ഹാദല്ലദീ ഖാലു റാസി, ഇവിടെ റാസി ഇമാം പറഞ്ഞത് മിൻ അൽഹരി ഹഫവാത്തി അൽ കസീറത്തി ബുത്ലാൻ, അദ്ദേഹത്തിൻ്റെ വിടുവായിത്തമാണ്, അദ്ദേഹത്തിന് സംഭവിച്ച വലിയ വിഡ്ഢിത്തമാണ്, സ്ഖലിതമാണ് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് പറയാണ് അവ സബബുഹു, ഇങ്ങനെ ഒരു ഇടുവായിത്വം റാസി പറയാനുള്ള കാരണം ഇംതിലാഉ ദിമാഗിഹി അഫല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ തലച്ചോറ് നിറഞ്ഞെടുക്കുകയാണ്. എന്തുകൊണ്ട്? ബി നദറിയത്തിൽ കലാമി, ഇൽമുൽ കലാമിൽ വന്ന ധാരാളം സിദ്ധാന്തങ്ങൾ, ജദൽ ഇസ്തിലാഹത്തിൽ ഹാദിസ, പുതുതായി വന്ന തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളാണ് റാസിമാനെ തലയെ കുത്തി നിറച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവാത്തത്. ഗഫ്ലത്തി അൻ മഅനിൽ ഇലാഹി ഫി അസ്ലിൽ ലുഗ, എന്താണ് ഇലാഹിൻ്റെ അർത്ഥം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ആർക്കില്ല, റാസിമാമിനില്ല. അതുകൊണ്ടാണ് ഇത്തരം വിലയില്ലാത്ത തഫ്സീർ അദ്ദേഹം തഫ്സീറിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ റാസിമാനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു തോന്നിവാസ വിമർശനങ്ങളൊക്കെയാണ് ഈ റഷീദ് റിളയ്ക്കെതിരെയുള്ള ഒരു ആരോപണം. രണ്ടാമതായിട്ട് കസറത്തുൽ ഇസ്തിത്റാദാത്ത്, ധാരാളം ഖാരിജിയ ചർച്ചകൾ, തഫ്സീറിന് പുറമെ അനുബന്ധങ്ങൾ ധാരാളം എന്ത് ചെയ്യും പറയും. ചിലപ്പോൾ അത് തഫ്സീറുമായി ബന്ധപ്പെട്ടതാവും ബന്ധപ്പെടാത്തതാവും, കുറേ കാര്യങ്ങൾ നീട്ടിയടിച്ച് പറയാമെന്നുള്ളതാണ്. വത്തഫ്രിയാത്തി മിനൽ അപ്പോൾ കസറത്തുൽ ഇസ്തിത്റാദാത്തി വത്തഫ്രിയാത്തി മിനൽ ആഖിദല്ലത്തി തുഹ്സബു അല തഫ്സീൽ മനാർ, ഈ തഫ്സീൽ മനാറിൽ കാണപ്പെടുന്ന ഇത്തരം ധാരാളം ചർച്ചകൾ, ഖാരിജിയ ധാരാളം ചർച്ചകൾ, ഇതെന്താണ് ഒരു പ്രശ്നമാണ്. കാരണം വലുതാർ ഐനാഹു യൻസഹുൽ ഖാരിഅ ഫി മുഖദ്ദിമത്തിൽ തഫ്സീരിഹിം, അദ്ദേഹം തന്നെ തഫ്സീറിൻ്റെ മുഖദ്ദിമ അയാൾ തന്നെ പറയുന്നുണ്ട്, ബി മുതാലഅത്തി ഹാദിൽ ഫുസൂലിൽ ഇസ്തിത്റാദിയ ഫി ഗൈരി വഖ്തി ഖിറാഅത്ത് തഫ്സീർ, ഇത് തഫ്സീർ ഓതുന്ന സമയത്ത് എന്തേണ്ട, ഞാനീ പറയുന്ന ഈ ഖാരിജിയ ചർച്ചകൾ, ഈ അനുബന്ധ ചർച്ചകളൊന്നും നോക്കേണ്ടതില്ല, പിന്നെ നോക്കിയാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം തഫ്സീറുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷേ വലാകിൻ ഹാദാ ഖദ് യകൂനു സഅബൻ അൽ ഖാരി, ഒരു ഗ്രന്ഥം വായിക്കുന്ന ആൾക്ക് പ്രയാസമാണല്ലോ. മിനൻ നാഹിയത്തിൻ അൽ മൗദൂഇയ വ നഫ്സിയ, ഇത് കാരണം എന്താ, ലാ നതസവ്വറു ഖാരിഅൻ മാ യസ്ഹലു അലൈഹി അൻ യഖറഅ തഫ്സീറ ബഅദി ആയ ثم يترك الاستطرادات التي قد يكون لها تعلق بتفسير الآية ولو من بعيد.
എന്ത് ചെയ്യുക, ഒരു ആയത്തിന് തഫ്സീർ വരുമ്പോൾ അതിന് കുറച്ച് ഭാഗം എന്ത് ചെയ്യുക, ആദ്യം തഫ്സീർ വായിക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഒരുപാട് ഖാരിജ ചർച്ചകളുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക, പിന്നെ അടുത്ത തഫ്സീർ വായിക്കുക. ഇതൊക്കെ എന്താണ് പ്രയാസമാണ്. കാരണം എന്താ, ഒരല്ലാമിൻ അബറസി തിൽക്കൽ കാരണം ഈ ഇടയിൽ വന്നിപ്പോൾ ധാരാളം ഖാരിജ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവാം, നേരത്തെ പറഞ്ഞ ആയത്തുമായി ബന്ധം ഉണ്ടായേക്കാലോ. അപ്പോൾ പിന്നെ അത് വായിക്കാതെ പോകുന്നു, അത് ഇടങ്ങേറാണ്. എന്നാൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആയത്തുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ സമയം പാഴായി പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആകെ ഇടങ്ങേറ് വരും. അപ്പോൾ ഇങ്ങനെ ഖാരിജ ചർച്ചകൾക്ക് ഇടയിൽ ഇങ്ങനെ കുറേ കൊണ്ടുവരിക എന്നുള്ളത് അത് ഒരു രസമില്ലാത്ത കാര്യമാണ്. വലഅല്ല മിൻ അബ്റസി തിൽക്കൽ ഇസ്തിദാദി വത്തഫ്രീഅത്തി അൽ കസീറ, ഈ ഒരു ധാരാളമായി വരുന്ന ഇത്തരം ഖാരിജ ചർച്ചയിൽപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചയാണ് തഫ്സീറുൽ മത്റഇ സൂറത്ത് യൂനുസ്. സൂറത്ത് യൂനുസിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ചർച്ച. ഹൈദു കതബ ഫുസൂലൻ ഇൻ തഫ്സീർ ഖൗലി തആല അകാന ലിന്നാസി അജബൻ അൻ ഔഹൈന ഇലാ റജുലിൻ മിൻഹും. ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ അകാന ലിന്നാസി അജബൻ അൻ ഔഹൈന ഇലാ റജുലിൻ മിൻഹും എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്തിൻ്റെ തുടക്കത്തിൽ ധാരാളം ഇത്തരം ഫസലുകൾ എന്ത് ചെയ്യാൻ അദ്ദേഹം കൊണ്ടുവന്നു. തഫ്സീറുമായി ബന്ധമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ കൂടുതലും തഫ്സീറുമായി ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെ ഇത് പറഞ്ഞു. അത് തസീദു അല 150 സഫ്ഹ, ഏകദേശം ഒരു 150 പേജിനേക്കാൾ ജാസ്തിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഹിലതി ജുരുദത്ത് ഫീമ ബാദു, പിന്നീട് ആ 150 പേജ് ഒരു കിതാബായിട്ട് തന്നെ ഫക്കാനത്ത് കിതാബ് അൽ വഹിയുൽ മുഹമ്മദി എന്ന് പറയുന്ന ഒരു കിതാബായിട്ട് തന്നെ സെപ്പറേറ്റ് പ്രിൻ്റ് ചെയ്യപ്പെട്ട ഒരു ഭാഗമാണെന്ത്, ആ ഒരു ഭാഗം. അപ്പോൾ അത്രയും കാര്യങ്ങൾ തഫ്സീറുമായി ബന്ധമില്ലാത്ത കാര്യം അദ്ദേഹം തഫ്സീർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എഴുതുകയാണ്. ഇതൊരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ. ഇനി മൂന്നാമത്തെ ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖാലഫത്തു ജുംഹുർ മുഫസ്സിരീൻ ഫി തഫ്സീർ ബഅദിൽ ആയത്ത്, ചില ആയത്തുകളുടെ തഫ്സീറിൽ അദ്ദേഹം ചെയ്യുന്നു ഭൂരിഭാഗം മുഫസ്സിരീങ്ങൾക്കും എതിരാകുന്നു എന്നുള്ളതാണ്. കാരണം ദഫഖത്ത് ഖാന അലി റഷീദി ഫി തഫ്സീരിഹി ആറാഉൻ വഅഖ്വാലുൻ, റഷീദിലേക്ക് സ്വന്തമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഖാലഫ ഫിഹ ആറാ ജുംഹൂർ മുഫസ്സിരീൻ, ആ വിഷയങ്ങളിൽ ജുംഹൂർ മുഫസ്സിരീങ്ങൾക്ക് ഭൂരിഭാഗം മുഫസ്സിരീകൾക്കും എതിരാണ് അദ്ദേഹം. വഖത്ത് ഖാനത്ത് ലഹു ആറാഉൻ അയ്ദൻ യം യസ്ബഖു ബിൽ ഖൗലി ഫിഹ അഹദുൻ, ഒരാളും അഭിപ്രായപ്പെടാത്ത ധാരാളം അഭിപ്രായങ്ങളുണ്ട് ഈ മുഹമ്മദ് റഷീദിലേക്ക് ഉണ്ടായിരുന്നു. മിസാൽ താരിഖ്, ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ മുഖാലഫത്തു ജുംഹുർ മുഫസ്സിരീൻ ഫി ആയത്തിൽ വസിയ്യത്തിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട് എല്ലാ മുഫസ്സിരീകളും പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാണ് അദ്ദേഹം പറയുന്നത്. അതായത് വസിയ്യത്തിൻ്റെ ആയത്ത് ഏതാണ്? വഹിയ ഖൗലു തആല, അല്ലാഹുവിൻ്റെ ഖൗലാണ്, ഖത്തബ അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. എന്താ ആയത്തിൽ പറയുന്നത്? ഖത്തബലയ്ക്കും അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, ഇദാ ഹളറ അഹദകുമുൽ മൗതു, നിങ്ങൾക്ക് മരണം ഹാളിറായാൽ, മരണം ആസന്നമായാൽ, ഇൻ തറക ഖൈറൻ, സമ്പന്നനായ ആളാണോ, സമ്പത്ത് ഉപേക്ഷിക്കുന്ന ആളാണോ എങ്കിൽ അവർക്ക് നിർബന്ധമാണ് അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും അടുത്ത കുടുംബക്കാർക്കും വസിയ്യത്ത് നിർബന്ധമാണ്. വസിയ്യത്ത് എഴുതി വെച്ചുകൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല, മരണത്തിന് മുമ്പ് തന്നെ വസിയ്യത്ത് എഴുതി വെക്കണം, അത് നിർബന്ധമാണ്. ബിൽ മാറൂഫി, ഹൈറായ രൂപത്തിൽ എഴുതി വെക്കൽ, ഹക്കനല്ല മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഭൂരിഭാഗം ജുംഹൂർ മുഫസ്സിരീന അല അന്നഹ മൻസൂഖത്തുൻ, ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറയുന്നത് ഈ ആയത്ത് മൻസൂഖാണ്, ഈ ആയത്തിൻ്റെ നിയമം എന്തില്ല, നിലവിലില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അതേസമയത്ത് വയറ റഷീദ് റിള പറയാണ് അന്നഹ വൈറു മൻസൂഖ, ഇത് മൻസൂഖല്ല, ഇന്നും ആ ആയത്തിന് പ്രസക്തിയുണ്ട്, ആ ആയത്ത് അതനുസരിച്ച് അമൽ ചെയ്ത് നിർബന്ധമാണ്. അപ്പോൾ ജുംഹൂർ മുഫസ്സിരീങ്ങളും പറയുന്നത് ആ ആയത്ത് മൻസൂഖാണ്, അതിനെന്തില്ല, നിയമം പ്രാബല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, അതിന് ശേഷം ഈ വസിയത്തിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്, ഈ അനന്തരാവകാശ നിയമം വന്നപ്പോൾ പിന്നെ വസിയത്തിൻ്റെ പിന്നെ നിർബന്ധമില്ല എന്ന് ഹുക്കം വന്നിട്ടുണ്ട്. പക്ഷേ റഷീദിലുള്ള പറയുകയാണ് ഇന്നും എന്താണ്, അത് മൻസൂഖല്ല, അത് അനുസരിച്ച് അമൽ ചെയ്യണം, വസിയത്ത് നിർബന്ധമാണെന്ന്. കണ്ടോ? സുമ്മ യുഹാവിലു ബഅദാലിക അയ്യുദഇഫ ഹദീസ ലാ വസിയത ലിവാരിസിൻ, എന്നിട്ട് ഈ നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലാ വസിയത്ത് ലിവാരിസിൻ, അനന്തരാവകാശിക്ക് വസിയത്ത് ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ദഈഫായി ചിത്രീകരിക്കുന്നു. എന്താ കാരണം? ബിഹുജ്ജത്തി അന്ന ശൈഖൈനി ലം യർവിയാഹു, ലാ വസിയത്ത് ലിവാരിസിൻ, ഇത് ബിഹുജ്ജത്ത് അന്ന ശൈഖൈനി ലം യർവിയാഹു, ബുഖാരി മുസ്ലിം എന്നിട്ടില്ല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്നദ് ലി ആദമി സിഖ്തി മാ ബിഹി, കാരണം ഈ ബുഖാരി ഇമാമിനും മുസ്ലിം ഇമാമിനോ ഈ ഹദീസിനില്ല, ഇത് ഉറപ്പില്ലാത്തത് കൊണ്ട്, ഈ ഹദീസ് സ്വഹിയാണോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഹദീസ് എന്താണ് സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസാണ്, ദഈഫാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതേസമയത്ത് വാനിൽ ബുഖാരി അഖദ് റവാഹു മർഫൂൻ ഇബ്നു അബ്ബാസ് തങ്ങൾ തൊട്ട് മർഫൂആയിട്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഏതൊരു വിടുവായത്തം പറഞ്ഞുകൊണ്ടെന്നു അത് ദഈഫാണെന്ന് പറയുന്നു. വലാശക്ക് സംശയമില്ല അന്ന സ്വഹീഹ ഹുവ മാ ദഹബ ഇലൈഹി ജുംഹൂർ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ് ഇവിടെ സ്വഹീഹായ കാര്യം. എന്താണത്? അന്നൽ ആയത്ത് മൻസൂഖത്തുൻ, ഈ ആയത്ത് എന്താണ്, മൻസൂഖാണ്, അതിൻ്റെ നിയമം ഇന്ന് പ്രാബല്യത്തിലില്ല. വാന ഹദീസ ഇന്നല്ലാഹ ഖദ് അഅതാലി കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയത്തി വാരിസിൻ എന്ന ഹദീസ്
ഹദീസുൻ സ്വഹീഹുൻ, അത് സ്വഹീഹായ ഹദീസാണ്. തലഖത്തുഹു അൽ ഉമ്മത്തു ബിൽ ഖബൂൽ, ഉമ്മത്ത് മുഴുവനും സ്വീകരിച്ച, അത് സ്വഹീഹാണെന്ന് സമ്മതിച്ച ഹദീസാണത് എന്നാണ് ഹദീസിലുള്ളത്. ഇന്നല്ലാഹു ഖദ് അഅതാലി കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, എല്ലാ ഹക്കുடைய ആളുകൾക്കും അവരുടെ ഹക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉപ്പാക്കത്രേ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികൾക്ക് ഓരോരുത്തർക്കും എത്രയുണ്ട് എന്നുള്ള വിഹിതം അത് അനന്തരാവകാശ നിയമത്തിലൂടെ അല്ലാഹു തആല എന്ത് ചെയ്തു, നിയമമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അവർക്ക് ലഭിക്കേണ്ട ഹക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫലാ വസിയത്തിന് വാരിസിന്, ഇനി എന്തില്ല, വസിയത്തിന് പ്രസക്തിയില്ല, വസിയത്തിൻ്റെ ആവശ്യമില്ല എന്ന്, വാരിസിനക്ക് വസിയത്ത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ എന്തെങ്കിലും അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷേ ഈ ഹദീസൊക്കെ ദഈഫാക്കുകയാണ് ആര് ചെയ്യുന്നത്? റഷീദ് ഇത് ചെയ്യണത്. റാബി നാലാമതായിട്ട് ഈ റഷീദിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് യഖൂൽ മുത്തലിഫി പറയാണ് നാഖിദൻ ആറാഹു, ഈ റഷീദ് ജില്ലയുടെ അഭിപ്രായങ്ങളെ നഖ്ദ് ചെയ്തുകൊണ്ട് നിരൂപണം നടത്തിക്കൊണ്ട് പറയാണ് യറാ അഷേഖ് റഷീദ് ജില്ല അനിൽ അഹാദീസിൽ വാരിദത്ത് ഫി അസ്റാത്തി സഅത്തിൽ കുബ്ര, ഈ ഖിയാമത്ത് അടുത്താലുണ്ടാവുന്ന അടയാളങ്ങൾ, ഖിയാമത്ത് അടയാളങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വലിയ വലിയ അടയാളങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏതുപോലെ കല ഹാദിസിൽ വാരിദത്ത് ഫി ഖുറൂജുൽ മസീഹ് ദജ്ജാൽ പുറപ്പെടുമെന്ന് പറയുന്ന ഹദീസ്, അതുപോലെ തന്നെ വല ഹാദിസിൽ വാരിദത്ത് ഫിൽ മഹദി മാമ വരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഹദീസ്, അതുപോലെ തന്നെ വല ഹാദിസിൽ വാരിദ ഫി നുസൂലി ഈസ ഇബ്നു മറിയം അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുമെന്ന് പറയുന്ന ഹദീസ്, വൽ അഹാദിസിൽ വാരിദ ഫി തുലൂഇ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുമെന്ന് പറയുന്ന ഹദീസ്, അന്നഹ ഇതൊക്കെയും മിൻ അഹാദീസിൽ മുഷ്കില, ഇതൊക്കെയും ഇഷ്കാലുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ഹദീസുകളാണ്. വഅന്ന ഫിഹ അൽ കസീർ മിൻ തആറുദി വ തനാഖുദി വൽ ഇഖ്തിലാഫി ഫീമാ ബൈനഹുമാ, ഇങ്ങനെ ഇത്തരം ഹദീസുകളുണ്ട്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. വഅന്ന ഫിഹ മുഖാലഫത്തുൽ അഖ്ലി വൽ ഹിസ്, ഇത് ഇന്ദ്രിയങ്ങൾക്കും അഖ്ലിനും എതിരാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ. വസ്സുനൽ കൗനിയ വൽ ഇലാഹിയ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്കും പ്രാപഞ്ചികമായ ചര്യകൾക്കൊക്കെ എതിരാണ്. മിമാ യൂജിബു റദ്ദുഹ, അതിന് തള്ളപ്പെടൽ നിർബന്ധമാണ്. വാദം എഴുത്തിക്കാതെ സിഹത്തി, അത് വിശ്വസിക്കാൻ പാടില്ല. വാദമിൽ ഈമാൻ ബിഹ, അതൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഈ ഹദീസുകളൊന്നും എന്നൊക്കെ അദ്ദേഹം എന്തുണ്ട് പറയുന്നുണ്ട്. ജമീഉ മാ ദക്കറു മിൻ ഇസ്കാലാത്തിൻ ഔ തസാഉലാത്തിൻ ലാ ഖീമത ലഹ അമാമത്തിൽക്കൽ ഹദീസ് സ്വഹീഹ, അദ്ദേഹം പറയുന്ന ഇത്തരം ഇസ്കാലുകളും ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ട്? കാരണം സ്വഹീഹായ ഹദീസുകളാണ്. ആ സ്വരീഹത്തിൽ മുത്തവാത്തിറത്തില്ലത്തിൽ ആയ സൗൽ മുസ്ലിമ ഇല്ല അൻ യുഅ്മിന വ യുസ്ദിഖ ബിഹാ തസ്ദീഖൻ ജാസിമൻ, ഒരു മുഅ്മിനായ മനുഷ്യർക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ ഒരിക്കലും നിർവാഹമില്ലാത്ത അത്രയും മുത്തവാത്തിറായ സ്വഹീഹായ ഹദീസുകളാണ് ഇവിടെ ഉണ്ടായിരിക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് എന്തില്ല, ഈ ഹദീസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരം ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഫൽ വാജിബു അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും ബാധ്യതയുള്ളത് അൽ ഈമാനു വത്തസ്ലീമു ബിമാ സബത ബിതിൽകൽ അഹാദീസ് സ്വഹീഹത്തി സ്വരീഹ, ഇത്തരം സ്വരീഹായ വ്യക്തമായ സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം അത് അംഗീകരിക്കലാണ് മുസ്ലിമിൻ്റെ ബാധ്യത. വഅദമി റദ്ദിഹ, അത് തള്ളാതിരിക്കലാണ് ബാധ്യത. വദഫ്ഇഹ ബിതസാഉലാത്തിൻ ലാ ഖീമത ലഹാ വലാ വസ്ന വലാ ഹുജ്ജത, ഇങ്ങനെ ഇത്തരം ജൽപ്പനങ്ങൾ കൊണ്ട്, ഇത്തരം വിലയില്ലാത്ത മൂല്യമില്ലാത്ത ഇത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് ഈ ഹദീസുകളെ തള്ളിക്കളയാതെ അത് വിശ്വസിക്കലാണ് നിർബന്ധം എന്നാണ്, അതാണ് മുസ്ലിമിൻ്റെ ബാധ്യത. വലാ ഹുജ്ജത അമാമനുസ് നബവിയിൻ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇവിടെ നിലനിൽക്കെ പിന്നെ മറ്റൊരു തെളിവ് ഇവിടെ ഇല്ലല്ലോ. സ്വഹീഹ് സബത്തല്ലദീന ബി അസ്വഹിൽ അസാനിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വന്ന സ്വഹീഹായ ഹദീസ് ഇവിടെ നിലനിൽക്കെ പിന്നെ അതിനെതിരെയുള്ള ഒരു തെളിവ് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ അംഗീകരിക്കുക, ഒരു സംശയങ്ങൾക്ക് പിന്നെ അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യനെ അത് അംഗീകരിക്കാൻ വേണ്ടത്.